Hello dear friends, welcome to Phil's Dimensions. So, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഫീൽഡിലുള്ള കോളേജസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഡിസൈൻ ഫീൽഡിലെ കോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ ഡിസൈൻ എന്നുള്ള വാക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. ഡിസൈൻ എന്നുള്ള വാക്കിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പടം വര എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വരയ്ക്കാൻ അറിയില്ലെങ്കിലും വര എന്താണെന്ന് അറിയാം, ഏതൊക്കെ ടൈപ്പ് വരയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് തരംതിരിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ലെങ്കിലും കാർട്ടൂൺ ആണെന്നും പിന്നെ നോർമലായിട്ടുള്ള റിയലിസ്റ്റിക് വരകളാണെന്നും, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രാജാരവിവർമ്മയുടെ പെയിന്റിങ്സ് നോക്കിയാൽ നമുക്കറിയാം റിയലിസ്റ്റിക് പെയിന്റിങ്സ് ആണ്. പിന്നെ ചില പെയിന്റിങ്സ് ഉണ്ട്, പിക്കാസോയുടെ പെയിന്റിങ്സ് കാണുമ്പോഴത്തേക്ക് റിയലിസ്റ്റിക് അല്ല, അത് വേറൊരു സ്റ്റൈലാണ്. പിന്നെ ഡിജിറ്റൽ പെയിന്റിങ്സ് തന്നെ പല സ്റ്റൈലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ആർട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ടേം ഡിസൈൻ. ഓക്കെ, സോ ഡിസൈൻ എന്ന് പറയുന്നതും ആർട്ട് എന്ന് പറയുന്നതും തമ്മിൽ ചേരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഫൈൻ ആർട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ലൈക്ക് ഫാഷൻ ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം പിന്നെ BFA എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് നോർമലി പറയും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഡിസൈൻ ഫീൽഡിലുള്ള ഡിഗ്രി കോഴ്സസിന്റെ നെയിംസ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധ്യതയുള്ളവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ഗ്ലാൻസ്, അതിനെക്കുറിച്ച് ആ സൈഡിലോട്ട് കുറച്ച് വെളിച്ചം വീശാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡിസൈൻ ഫീൽഡിലുള്ള ഡിഗ്രി കോഴ്സസിന്റെ നെയിംസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് പലരും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ BFA കേട്ടിട്ടുണ്ടാവും, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്. ഓക്കെ, പിന്നെ ഉണ്ട് BVA. ഓക്കെ, എന്ന് വെച്ചാൽ ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സിന്റെ അതേ സിലബസ് തന്നെ ആയിരിക്കും. അത് ആക്ച്വലി പറയുമ്പോൾ പേര്, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ബാച്ചിലർ ഇൻ വിഷ്വൽ ആർട്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഒരു കാര്യം പറയാം, BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന അതേ കോഴ്സ് തന്നെ സെയിം സിലബസിൽ വേറെ ചില മറ്റു കോളേജുകളിൽ, ചില കോളേജുകളിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എന്നാണെങ്കിൽ ചില കോളേജിൽ അതിന് BCA ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് തന്നെ ആയിരിക്കും. സിലബസ് സെയിം ആയിരിക്കും, പക്ഷെ ആ ഒരു ടൈറ്റിൽ ഡിഫറെന്റ് ആയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്. BFA ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, BVA ബാച്ചിലർ ഇൻ വിഷ്വൽ ആർട്സ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്, ഫൈൻ ആർട്സിലുള്ള ഡിഗ്രി കോഴ്സസ് ആണ്. ഇനി BVA നമ്മൾ പറഞ്ഞു, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സിന്റെ BFA പറഞ്ഞു. ഇനിയും ചിലത് വരുന്നതാണ് BVOC ബാച്ചിലർ ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ, BVOC എന്ന രീതിയിലും എന്ന പേരിലും നമുക്ക് കോഴ്സസ്, ഡിസൈൻ കോഴ്സസ് നടത്തി കാണുന്നുണ്ട്. അപ്പം അത്രയും പറഞ്ഞു. ഇനി നാലാമത്തെ കാര്യം, പലർക്കും, ഞാൻ പരിചയപ്പെട്ട പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കോഴ്സ് നെയിമാണ്, ഡിസൈൻ ഫീൽഡിലെ കോഴ്സ് നെയിമാണ്. ആൻഡ് ദാറ്റ് ഈസ് BDES. BDES എന്ന് പറയുമ്പോൾ ഡിസൈനിനെ ഷോർട്ട് ഫോം ചെയ്തതാണ് DES. സോ BDES. BSc എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, BSc ആണ്. എന്നുവെച്ചാൽ B ഫോർ ബാച്ചിലർ, SC ഫോർ സയൻസ്. ബാച്ചിലർ ഇൻ സയൻസ്, ഇൻ ഫിസിക്സ്, ഇൻ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് പോലെ BDES ബാച്ചിലർ ഇൻ ഡിസൈൻ. ബാച്ചിലർ ഇൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൽ, ആ കോഴ്സിൽ വളരെയധികം ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്ട്രീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ ഉണ്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ട്, പിന്നെ ഓട്ടോമൊബൈൽ ഡിസൈൻ ഉണ്ട്, പിന്നെ ഫൈനാൻസ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, ഇപ്പം മൾട്ടിമീഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രീംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസൈൻ കോഴ്സ് സ്ട്രീമാണ്, ഡിസൈൻ കോഴ്സ് നെയിമാണ് BDES. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ്, അതിന് കുറച്ചുകൂടെ എലാബറേറ്റഡ് നെയിമിംഗ് പറഞ്ഞാൽ ബാച്ചിലർ ഇൻ ഡിസൈൻ. സോ ഈ ബാച്ചിലർ ഇൻ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയും, അതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നോർമലി നമുക്ക് ഗ്രാഫിക് ഡിസൈൻ കോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഉണ്ടാവും. അത് ഡിഗ്രി കോഴ്സ് അല്ലാത്ത കോഴ്സിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്, കമ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ ആനിമേഷൻ കോഴ്സസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡിസൈൻ ഫീൽഡിലുള്ള പല കോഴ്സസും ഡിഗ്രി കോഴ്സ് അല്ലാത്ത കോഴ്സസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് BFA എന്ന് പറയുന്ന കോഴ്സിനെ ഞാൻ ബാച്ചിലർ ഇൻ ഡിസൈൻ BDES കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നോർമൽ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് 3 ഇയർ കോഴ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഇയർ കോഴ്സ് ഉണ്ട്, അല്ലെ? എന്ന് പറയുന്ന പോലെ BFA എന്ന് പറയുന്ന കോഴ്സ് ഫൈൻ ആർട്സിന്റെ കോഴ്സും ഇതുപോലെ തന്നെ 4 ഇയർ കോഴ്സാണ്.
and the duration is equivalent to the course of Bachelor in Design. എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഇൻ ഡിസൈനിന്റെ കോഴ്സും 4 ഇയർ കോഴ്സാണ്. 4 ഇയർ കോഴ്സിൽ 4 ഇയർ ബാച്ചിലർ ഇൻ ഡിസൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാഫിക് ഡിസൈൻ കാണും. 4 ഇയർ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. 4 ഇയേഴ്സ് ഡ്യൂറേഷൻ ഉണ്ട്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു കോഴ്സാണ്, അത്ര ഇൻഡെപ്ത് കോഴ്സാണ്. പിന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ എന്നൊരു കോഴ്സിന്റെ ഒരു സ്ട്രീം ഉണ്ട്, അതും 4 ഇയർ തന്നെയാണ്. ഗെയിമിംഗ് ആൻഡ് ആനിമേഷൻ, അതും പല കോളേജിലും കുറച്ച് 4 ഇയർ കോഴ്സസ് ആയിട്ട് കുറച്ച് പേര് എടുക്കുന്നുണ്ട്, കുറച്ച് പേര് 3 ഇയർ കോഴ്സായിട്ട് എടുക്കുന്നുണ്ട്. അത് BSc അനിമേഷൻ ഉണ്ട്, ബാച്ചിലർ ഇൻ ഡിസൈൻ്റെ തന്നെ അനിമേഷൻ ആൻഡ് ഫിലിം മേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. സോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കോഴ്സ് നെയിംസ് ഇൻ ഡിസൈൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഇൻ ഡിസൈൻ, ബാച്ചിലർ ഇൻ സയൻസ് എന്ന് തന്നെ പറയാം, BSc ഇൻ അനിമേഷൻ ഉണ്ട്, BSc ഇൻ ഗെയിമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ ഡിസൈൻ, BDIS ഇൻ അനിമേഷൻ, BDIS ഇൻ ഗെയിമിംഗ്, BDIS ഇൻ ഓട്ടോമൊബൈൽ ഡിസൈൻ, BDIS ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ, BDIS ഇൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ. അപ്പോൾ അങ്ങനെ പറയാം. അതുപോലെ തന്നെ BVOC ഇൻ ഫൈൻ ആർട്സ്, BFA ഇൻ ഫൈൻ ആർട്സ്, അങ്ങനെ കുറെ കോഴ്സുകളുണ്ട്. അപ്പം 4 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം ഇതിന്റെ ഗ്രാജുവേഷൻ കോഴ്സിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് ലെവൽ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ പ്രോജക്ട് PG ഡിവിഷൻസ്, PG വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബാച്ചിലർ ഡിസൈന് അതിന്റെ മേലുള്ള ഒരു കോഴ്സ് MDes. നമ്മൾ പറഞ്ഞത് BSc MSc എന്ന് പറയുന്ന പോലെ BDIS കഴിഞ്ഞാൽ MDes ചെയ്യാം. 2.5 ഇയേഴ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. നെക്സ്റ്റ് BFA ഉണ്ട്, BFAക്കും ഒരു PG കോഴ്സ് ഉണ്ട്, MFA മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ് എന്നൊരു കോഴ്സ്. അപ്പം അതിനെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പസ്റ്റ് ഡിസൈൻ കോളേജ് എന്ന് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ പേരാണ് NID ഇൻ ദ സെൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ആൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അഹമ്മദാബാദ്. ഓക്കെ, അതാണ് ഇന്ത്യയിലെ ടോപ്പസ്റ്റ് ഡിസൈൻ കോളേജ്. നെക്സ്റ്റ് കംസ് വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്, ഇപ്പൊ മുംബൈ സിറ്റിയിലാണ്. അപ്പൊ അവിടെയും ഇതുപോലെ ആനിമേഷനും ഫിലിം മേക്കിങ്ങും പിന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ, അങ്ങനെ എല്ലാ ടൈപ്പ് കോഴ്സസും ഡിസൈനുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് കോഴ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് വോഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ, ആൻഡ് അത് ബാംഗ്ലൂരാണ്. അവിടെയും ഡിസൈൻ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒട്ടുമുക്കാൽ കോഴ്സുകളും ഉണ്ട്. നാലാമതായിട്ട് ഫോർത്ത് വൺ ഞാൻ പറയാൻ പോകുന്നത് സൃഷ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നൊരു കോളേജ് ഉണ്ട്. അത് ബാംഗ്ലൂരാണ്. ഇപ്പൊ അതിന്റെ പേര് മാറി സൃഷ്ടി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ അജിൻക്യ ഡിവൈഡ് പാട്ടീൽ യൂണിവേഴ്സിറ്റി, ആൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ പൂനെ. ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ, ഓട്ടോമൊബൈൽ ഡിസൈൻ, അനിമേഷൻ, ഇങ്ങനത്തെ ഡിസൈൻ ഫീൽഡിലുള്ള കോഴ്സസ് ഉള്ള മറ്റൊരു കോളേജാണ് അജിൻക്യ ഡിവൈഡ് പാട്ടീൽ യൂണിവേഴ്സിറ്റി പൂനെ എന്ന് പറയുന്നത്. ആൻഡ് സിക്സ് വൺ NICC ഇന്റർനാഷണൽ കോളേജ് ഓഫ് ഡിസൈൻ ആൻഡ് വിഷ്വൽ ആർട്സ്, അത് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഈ ഡിസൈൻ കോളേജിൽ ചില ഡിസൈൻ കോളേജിൽ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ചില ഡിസൈൻ കോളേജിൽ നമുക്ക് എൻട്രൻസ് എക്സാം കാണും. ആ കോളേജസോ ആ യൂണിവേഴ്സിറ്റീസോ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം പാസ്സാവേണ്ടിയിരിക്കുന്നു. പിന്നെ ലെവൽസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ സെഷൻസ് ഉണ്ടാവും. അതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ എൻട്രി ഉണ്ടാവുള്ളൂ. മിക്ക കോളേജിലും സീറ്റ്സ് വളരെ കുറവായിരിക്കും. ലൈക്ക് നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ 15 സീറ്റ്സ് മാത്രമേ പലയിടത്തും ഉണ്ടാവുള്ളൂ. അപ്പം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും സീറ്റ്സ് കിട്ടാനായിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇൻ ദ സ്കിൽസ് വൈൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ വൈൽ ടെസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇത്രയും ടൈപ്പ് കോഴ്സസ് ഉണ്ട്, ഇത്രയും ടൈപ്സ് ഈ തരത്തിലുള്ള ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ കോളേജസ് ഉണ്ട്. ഞാൻ കേരളത്തിനെ ഒഴിവാക്കിയാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലുള്ള ഇന്ത്യയിലെ ടോട്ടൽ ഏരിയയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള സമയം എന്ന് പറയാൻ കാരണം ജൂൺ ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് അഡ്മിഷന്റെ പ്രോസസ്സ് വരുന്ന ഒരു സമയമാണ്. അപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവുമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. സീറ്റ്സിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും കോഴ്സസിന്റെ നെയിംസിനെ കുറിച്ചും കോഴ്സസിന്റെ സിലബസിനെ കുറിച്ചും എല്ലാം ആ ലിങ്ക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഡിസൈൻ ഫീൽഡിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ ഗൈസ്, സീ യു.